ഹലോ, ഇപ്പം സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊടിയിലൊരു ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറിക്കാൻ പോവാട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാണ് ആ ഫ്രൂട്ട്. ഞങ്ങൾ മുള്ളൻ ചക്ക എന്നാണ് പറയാറ്. മുള്ളാത്താന്നാണ് കേട്ടോ ഇതിൻ്റെ കോമൺ നെയിം. നല്ല ഇരുട്ടായതുകൊണ്ട് ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കണേ. നല്ല പഴുത്തിട്ടുണ്ട് ആള്. ഇന്ന് നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നാളേക്ക് ഇതിൻ്റെ പൊടി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ മരം ആദ്യമായിട്ടാണ് കേട്ടോ കായ്ക്കണേ. ഒരുപാട് പൂവുണ്ടായിരുന്നെങ്കിൽ കൂടി ഒക്കെ കൊഴിഞ്ഞു പോയിട്ടോ. ആകെ ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഈ ഒരു മരം വെച്ചത് അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഈ പഴത്തിന്റെ പുറത്ത് മുള്ളു പോലെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത ഭാഗങ്ങൾ കാണാം കേട്ടോ. അത് കാരണമായിരിക്കും ഇതിന് മുള്ളാത്താന്ന് പറയുണ്ടാവുക. പക്ഷെ ആ മുള്ളിനൊന്നും അത്രയ്ക്ക് ബലമൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അന്നോന മുരിക്കേറ്റാന്നാണ് കേട്ടോ ഇതിന്റെ സയന്റിഫിക് നെയിം. കുറച്ചധികം കാലം ബോട്ടനൊക്കെ പഠിച്ചല്ലേ, കാരണം ഇതിന്റെ സയന്റിഫിക് നെയിം അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുള്ളാത്തേനെ സേഫ് ആയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ. നല്ല പഴുത്തതായതുകൊണ്ട് കത്തിയുടെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. ജസ്റ്റ് കൈകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ഉൾഭാഗം. നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തുറന്നിട്ട് ആദ്യം കണ്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയിട്ടോ, കാരണം ഇതൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഈ സീതപ്പഴം രാമപ്പഴം ഒക്കെ കണ്ടിട്ടില്ലേ? ഈ രാമപ്പഴം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ ആത്തച്ചക്കേനെ കേട്ടോ പറയാ. ഏകദേശം അതേപോലെ തന്നെയായിരുന്നു അതിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ആദ്യമായിട്ട് കഴിക്കണോണ്ട് ഇതിന്റെ ടേസ്റ്റ് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ ഒരു പുളിപ്പോട് കൂടിയ ഒരു മധുരാണ് കേട്ടോ ഇതിനെനിക്ക് തോന്നിയത്. ഇംഗ്ലീഷിൽ ഇതിന്റെ കോമൺ നെയിം സോർ സോപ്പ് എന്നാണ്. വെറുതെ അല്ല ഇതിന് ചെറിയൊരു പുളിപ്പുള്ളത്. അപ്പൊ ഇതാണ് സീഡ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള പഴാന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു.